ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിക് ട്രാക്ഷൻ ആൻഡ് സ്പീഡ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആദ്യം എന്താണ് ട്രാക്ഷൻ നോക്കാം. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ പ്രൊപ്പൽഷൻ ഓഫ് എ വെഹിക്കിൾ ഐദർ ഇൻ സ്ട്രീറ്റ് ഓർ ഇൻ എ റെയിൽവേ സിസ്റ്റം ഈസ് കോൾഡ് ട്രാക്ഷൻ. ഒരു വെഹിക്കിളിൻ്റെ സ്ട്രീറ്റിലൂടെയോ അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റത്തിലൂടെയുള്ള പ്രൊപ്പൽഷനെ പറയുന്ന പേരാണ് ട്രാക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വെഹിക്കിളിൻ്റെ റോഡിലൂടെയോ അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റത്തിലൂടെയുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ട്രാക്ഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് അത് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ദ സിസ്റ്റം ഓഫ് ട്രാക്ഷൻ ഇൻവോൾവിങ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രിക് ട്രാക്ഷൻ. ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയും. സാധാരണ നമുക്ക് ട്രാക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് നോൺ ഇലക്ട്രിക് ട്രാക്ഷനും, രണ്ട് ഇലക്ട്രിക് ട്രാക്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് നോൺ ഇലക്ട്രിക് ട്രാക്ഷനും അതേപോലെ ഇലക്ട്രിക് ട്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്തും നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലും നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെ പറയുന്ന പേരാണ് നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയും. ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്: ഡസ് നോട്ട് യൂസ് ഇലക്ട്രിസിറ്റി അറ്റ് എനി സ്റ്റേജ് സച്ച് ആസ് സ്റ്റീം എൻജിൻ ഡ്രൈവ് ആൻഡ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. നമ്മൾ ഈ ട്രാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റി കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെ പറയുന്ന പേരാണ് നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറഞ്ഞു. സ്റ്റീം എൻജിൻ ഡ്രൈവ് അല്ലേ, അതേപോലെ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിന്, ഡീസൽ എൻജിന് ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, നോൺ ഇലക്ട്രിക് ട്രാക്ഷനാണ്. എന്നാൽ ഇലക്ട്രിക് ട്രാക്ഷൻ നോക്കാം. ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്: യൂസ് ഇലക്ട്രിസിറ്റി അറ്റ് സം സ്റ്റേജ് ഓർ അതർ സച്ച് ആസ് ഡീസൽ ഇലക്ട്രിക് ഡ്രൈവ് ആൻഡ് ഡയറക്റ്റ് ഇലക്ട്രിക് ഡ്രൈവ്. അതായത് നമ്മൾ ട്രാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ മുഴുവൻ സ്റ്റേജുകളിലോ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഡീസൽ ഇലക്ട്രിക് ഡ്രൈവ് ആകാം എക്സാമ്പിളായിട്ട്. ഇപ്പോൾ ഡീസൽ ഇലക്ട്രിക് ഡ്രൈവിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടാകും, ചില ഭാഗങ്ങൾ നമ്മൾ ഡീസൽ ഉപയോഗിക്കുന്നുണ്ടാകും, എങ്കിലും അത് ഇലക്ട്രിക് ട്രാക്ഷൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഡയറക്റ്റ് ഇലക്ട്രിക് ഡ്രൈവ്, ഇവനായിട്ടും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഡ്രൈവ്. ഇതാണ് രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ. ഇലക്ട്രിക് ട്രാക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഈസ് വെരി ക്ലീൻ ആൻഡ് നീറ്റ്. ഈ നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെരി ക്ലീൻ ആയിരിക്കും, അതേപോലെ നീറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഫ്യൂലോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയാണ് അതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വെരി ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ആൻഡ് കോൾ. അല്ലേ, നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ കോള്, കൽക്കരി പോലുള്ള സാധനങ്ങളോ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീം എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ വാട്ടർ വേണം, കോള് വേണം അല്ലേ. കൽക്കരിയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു കൽക്കരി ചൂടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളത്തെ തിളപ്പിച്ച് അതിന് സ്റ്റീം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അത് വർക്ക് ചെയ്യിക്കാറ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണ്ട, വാട്ടറോ ഗോളോ ഉള്ള പോലത്തെ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ആൻഡ് കോൾ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് മോർ കംഫർട്ട്നെസ് ആൻഡ് ഹെൽത്തിയർ ടു ദ പാസഞ്ചർ ഡ്യൂ ടു ക്ലീൻലിനെസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം വെരി ക്ലീൻ ആയതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിന്, ആ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ ട്രെയിനാണെങ്കിലോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് കൂടുതൽ കംഫർട്ടും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ അവർക്ക് ലഭിക്കും. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പോകുന്ന കാര്യം. നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ക്യാൻ ഹാൻഡിൽ ലാർജ് എമൗണ്ട് ഓഫ് ട്രാഫിക്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് തന്നെ ഹൈ ഓവർലോഡ് കപ്പാസിറ്റി ഉള്ള മോട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ട്രാഫിക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. എത്ര ആളുകളുണ്ടെങ്കിലും ആ ആളുകളെ വഹിച്ചുകൊണ്ട് ട്രെയിനിന് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു സിസ്റ്റത്തിന് വെഹിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് എമൗണ്ട് ഓഫ് ട്രാഫിക്കിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ അഞ്ചാമത്തെ, ഒക്യുപ്പൈ വെരി ലെസ് ഏരിയ കമ്പയർ ടു സ്റ്റീം ആൻഡ് ഡീസൽ ട്രാക്ഷൻ. നമ്മൾ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സിസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വെരി ലെസ് ഏരിയ മതി. ആറാമത്താണ്, ദ മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് ടൈം റിക്വയർഡ് ഈസ് ലെസ്. നമ്മളെ മെയിൻ്റനൻസ് കോസ്റ്റും അതേപോലെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള സമയം മതി, വളരെ കുറഞ്ഞ സമയം മതി. ഏഴാമത്തെ അഡ്വാൻറ്റേജ് ആണ്, ഇലക്ട്രിക് മോട്ടോഴ്സ് ആർ ഇൻസ്റ്റൻറ്റനിയസ് സ്റ്റാർട്ടിങ് വേറാസ് സ്റ്റീം ലോക്കോമോട്ടീവ്സ് റിക്വയർ എബൌട്ട് 2 hours. അപ്പോൾ നമ്മൾ സ്റ്റീം എഞ്ചിനെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അതാദ്യം ഏകദേശം 2 മണിക്കൂറാകും അതിൻ്റെ യഥാർത്ഥ വർക്കിങ്ങിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ മോട്ടർ എന്ന് പറഞ്ഞാൽ അത് ഓണാക്കി കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യും, അത് ഓണാകും. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വളരെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്ന മോട്ടറുകളാണ്. അപ്പോൾ മറ്റ് സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റീം എഞ്ചിനാണെങ്കിലും ഡീസൽ എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം അത് ഓണായിട്ട് അതിൻ്റെ യഥാർത്ഥ വർക്കിങ്ങിലെത്താൻ. എന്നാൽ ഇലക്ട്രിക്കൽ മോട്ടറുകൾ വളരെ ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഓണാക്കാൻ അതെന്ത് ചെയ്യും സാധിക്കും. അതാണ് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. ഇനി എട്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈസ് പോസിബിൾ ആൻഡ് ദ പവർ ക്യാൻ ബി സപ്ലൈഡ് ബാക്ക്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഇലക്ട്രിക് മോട്ടറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡ്രൈവുകളിൽ മാത്രമേ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ഉള്ളൂ. അതായത് നമ്മൾ ബ്രേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ആ എനർജി നമ്മൾ സപ്ലൈയിലോട്ട് തന്നെ ബാക്ക് ചെയ്യാൻ പറ്റും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ സിസ്റ്റത്തിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. ഒമ്പതാമത്തെ അഡ്വാൻറ്റേജ് ആണ്, യൂണിഫോം ടോർക്ക് ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് റെഡ്യൂസസ് ജെർക്കിംഗ് ആക്ഷൻ ടു ദ പാസഞ്ചർ. നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടറുകൾക്ക് യൂണിഫോം ടോർക്ക് ആയതുകൊണ്ട് തന്നെ ജെർക്കിങ് അല്ലേ വൈബ്രേഷൻസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതൽ പിന്നെ കംഫർട്ട് നമ്മൾ പാസഞ്ചേഴ്സിന് ഫീൽ ചെയ്യും. അതായത് റെഡ്യൂസ്ഡ് ജെർക്കിംഗ് ആക്ഷൻ ആർക്കും ഉണ്ടാവുള്ളൂ, പാസഞ്ചേഴ്സിന് ഉണ്ടാവുള്ളൂ. പത്താമത്തെ അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഈസ് മോസ്റ്റ് എക്കണോമിക്കൽ ഫോർ ഹൈ ട്രാഫിക് ഡെൻസിറ്റി. ഹൈ ട്രാഫിക് ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇതെന്താണ്, കൂടുതൽ എക്കണോമിക്കലാണ്. 11ാമത്തെ അഡ്വാൻറ്റേജ് ആണ്, ഇലക്ട്രിക് ബ്രേക്കിംഗ് ഈസ് സുപ്പീരിയർ ടു മെക്കാനിക്കൽ ബ്രേക്കിംഗ്. മെക്കാനിക്കൽ ബ്രേക്കിങ്ങിനേക്കാളും സുപ്പീരിയർ ആണ്, ഒന്നുകൂടി കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇത്ര അഡ്വാൻറ്റേജസ് ആണ് ഒരു ഇലക്ട്രിക്കൽ ട്രാക്ഷന് മറ്റ് ട്രാക്ഷൻ സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ നോക്കാം. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഒരു ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഉള്ളത് നോക്കാം. ഒന്ന്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ഓൺ ഇലക്ട്രിഫിക്കേഷൻ. ഇലക്ട്രിഫിക്കേഷന് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് വേണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസൽ എഞ്ചിനോ സ്റ്റീം എഞ്ചിനോ ഒക്കെ ആകുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട ആവശ്യമില്ല. ഇലക്ട്രിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പുതിയ ലൈനുകളൊക്കെ വലിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് വരും. രണ്ടാമതാണ്, പവർ ഫെയിലർ മേ സ്റ്റോപ്പ് എൻ്റയർ സിസ്റ്റം. പവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അല്ലെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ സിസ്റ്റം എന്തായിട്ട് മാറും, സ്റ്റോപ്പായിട്ട് പോകും. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, ദിസ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇലക്ട്രിഫൈഡ് റൂട്ട് ഓൺലി. ഈ സിസ്റ്റം നമുക്ക് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റൂട്ടുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, അഡീഷണൽ എക്യുപ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ റീജനറേഷൻ. നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ബ്രേക്കിംഗ് വേസ്റ്റ് ചെയ്യുന്ന എനർജി തിരിച്ച് നമ്മൾ സപ്ലൈയിലോട്ട് തന്നെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട്. അഞ്ചാമത്താണ്, കമ്മ്യൂണിക്കേഷൻ ലൈൻസ് എക്സ്പീരിയൻസ് ഇൻ്റർഫറൻസ് ഇഫ് റൺ പാരൽ വിത്ത് പവർ ലൈൻസ്. നമ്മളെ ഫോണിൻ്റെ മറ്റ് ലൈനുകൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഫോണിൻ്റെതോ അതുപോലത്തെ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളെ ഈ പവർ ലൈൻസ് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പീഡ് ടൈം കർവ്. ഇപ്പോൾ സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിൻ്റെ സ്പീഡ് km/h സ്പീഡ് വൈ ആക്സിസിലും അതേപോലെ തന്നെ ടൈം സെക്കൻഡിലുള്ള ടൈം നമ്മൾ എക്സ് ആക്സിസിലും വെച്ച് ഒരു കർവ് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കർവിന് പറയുന്ന പേരാണ് സ്പീഡ് ടൈം കർവ് എന്ന് പറയും.
അപ്പോൾ ഈ കർവ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ടായത് മുതൽ സ്റ്റോപ്പ് ആകുന്ന വരെ സമയത്തുള്ള ഏതൊരു സ്പീഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കർവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റൻറ്റിലെ സ്ലോപ്പാണ് നമ്മൾ എടുക്കുന്നത്, ആ ഇൻസ്റ്റൻറ്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഇൻസ്റ്റൻറ്റിലെ ആക്സലറേഷൻ ആയിരിക്കും നമുക്കവിടെ നൽകുന്നുണ്ടാവുക. അതേപോലെ ഈ കർവിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് നമ്മളൊരു ഏരിയ കർവിലുള്ള ഏരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് രണ്ട് സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ അത് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു സ്പീഡ് ടൈം കർവിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ സ്പീഡ് ടൈം കർവിനെ 5 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ഭാഗങ്ങളായിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ എന്ന് പറയും. രണ്ടാമത്തെ ഭാഗമാണ് ആക്സലറേഷൻ ഓൺ സ്പീഡ് ടൈം കർവ് എന്ന് പറയും. മൂന്നാമത്തെ ഭാഗമാണ് ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറയും. നാലാമത്തെ ഭാഗമാണ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് റിട്ടാർഡേഷൻ എന്ന് പറയും. അഞ്ചാമത്തെ ഭാഗമാണ് ബ്രേക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സ്പീഡ് ടൈം കർവിന് നമ്മൾ 5 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിന് നോട്ടൊന്ന് ശ്രദ്ധിക്കുക. സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എ കർവ് ഡ്രോൺ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ ഹവർ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ് അലോങ് എക്സ് ആക്സിസ് നോൺ ആസ് സ്പീഡ് ടൈം കർവ്. അതായത് ഒരു ട്രെയിനിൻ്റെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറുള്ള സ്പീഡ് വൈ ആക്സിസിലും അതേപോലെ തന്നെ ടൈം എക്സ് ആക്സിസിലും സെക്കൻഡിലുള്ള ടൈം എക്സ് ആക്സിസിലും വെച്ചിട്ടൊരു കർവ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കർവിനെ പറയുന്ന പേരാണ് സ്പീഡ് ടൈം കർവ് എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് ദിസ് കർവ് ഗീവ്സ് ദ സ്പീഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ആഫ്റ്റർ സ്റ്റാർട്ട്. നമ്മളെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നെ ഏതൊരു ഇൻസ്റ്റൻറ്റിലെ സ്പീഡും നമുക്ക് ഈ ഒരു കർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഗിവ്സ് ദ ആക്സലറേഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. നമ്മൾ ഏതൊരു ഇൻസ്റ്റൻറ്റിലെ കർവ് എടുത്ത് ആ കർവിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു സമയത്തുള്ള ആക്സലറേഷൻ, ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. നാലാമത്തെ പോയിന്റ് പറയുന്നതാണ് ദ ഏരിയ അണ്ടർ ദ കർവ് ഗിവ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റോപ്സ്. നമ്മളെ കർവിന് അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 2 സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ദ സ്പീഡ് ടൈം കർവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് 5 ഗ്രൂപ്പ്. നമ്മുടെ സ്പീഡ് ടൈം കർവ് 5 ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നാമതാണ് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ, രണ്ടാമത്താണ് ആക്സലറേഷൻ ഓൺ സ്പീഡ് ടൈം കർവ്, മൂന്നാമത്താണ് ഫ്രീ റണ്ണിങ്, നാലാമത്താണ് കോസ്റ്റിംഗ്, അഞ്ചാമത്താണ് ബ്രേക്കിംഗ്. അപ്പോൾ എന്താണ് അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കാം, റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ. സ്പീഡ് ടൈം കർവ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും O മുതൽ A വരെയുള്ള ഭാഗമാണ് നമുക്ക് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ എന്ന് പറയാനുള്ള ഭാഗം, അല്ലെങ്കിൽ O മുതൽ T1 വരെയുള്ള ഭാഗമാണ് നമുക്ക് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രെയിനിൻ്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം നമ്മൾ ഓണാക്കുക. അപ്പോൾ ഇലക്ട്രിക് ട്രെയിൻ ആകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മോട്ടറാണ് ഓണാക്കുക. മോട്ടർ ഓണാക്കുന്ന സമയത്ത് സാധാരണ ഒരു മോട്ടർ ഓണാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടേ ഓണാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് ഗ്രാജുവലി കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് അതിൻ്റെ സ്പീഡും മെല്ലെ മെല്ലെ കൂടി വരും. അപ്പോൾ ഇവിടെ O മുതൽ A വരെയുള്ള ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അതാണ്. O എന്നുള്ള ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് ശരിക്കും ഇവിടെ മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാകും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. A എന്നുള്ള ഭാഗത്ത് എത്തിയ സമയത്ത് നമ്മൾ മുഴുവൻ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് ഗ്രാജുവലി കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് ഗ്രാജുവലി കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രാജുവലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്പീഡും മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഏതെന്ന പോയിന്റിലെത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് അവിടെ മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു പീരിയഡിൽ ശരിക്ക് ഇവിടെ ഒരു ആവറേജ് ടോർക്ക് ഡെവലപ്പ് ചെയ്തത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്തായിട്ട് മാറും, കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവർ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഈ ഒ എന്നുള്ള ഭാഗത്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ഇവിടെ ഏകദേശം ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ലൈന് നമ്മൾ ഏകദേശം ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളവിടെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നോട്ടോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 0 to T1 ആണ്, അല്ലെങ്കിൽ 0 to A ആണ് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറയുന്നതാണ്, ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓഫ് റൺ ദ കറണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് ബൈ കട്ടിംഗ് ദ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഗ്രാജുവലി വിച്ച് ഇൻക്രീസസ് വോൾട്ടേജ് അക്രോസ് ദ മോട്ടർ. ഈ ഒരു പീരിയഡിൽ, ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓഫ് റണ്ണിൽ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഗ്രാജുവലി കട്ട് ചെയ്തുകൊണ്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് നമ്മൾ ഗ്രാജുവലി കട്ട് ചെയ്ത് കളഞ്ഞാൽ മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രാജുവലി എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ്, ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ ആവറേജ് ടോർക്ക് ഡെവലപ്ഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ഹെൻസ് ആക്സലറേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ആസ് റെപ്രസെൻറ്റഡ് ബൈ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ OA. ഈ ഒരു പീരിയഡിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആവറേജ് ടോർക്ക് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ എന്തായിരിക്കും, ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ OA എന്നുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ നമ്മൾ പറയുന്ന കാര്യം. ഇനി നമുക്ക് പറയാനുള്ള കാര്യമാണ് ആക്സലറേഷൻ ഓൺ സ്പീഡ് കർവ്. അതായത് ഇതിലെ T1 to T2 എന്നുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ A മുതൽ B വരെയുള്ള ഭാഗത്ത് ഉള്ള കർവിനെ പറയുന്ന പേരാണ് ആക്സലറേഷൻ ഓൺ സ്പീഡ് കർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കുക, ഇതിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ആക്സലറേഷൻ ഓൺ T കർവ് അല്ലെങ്കിൽ സ്പീഡ് കർവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഇപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി വരും. അങ്ങനെ A എന്നുള്ള പോയിന്റിൽ എത്തിയ സമയത്ത് അതിൻ്റെ എല്ലാ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസും അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജും ഏകദേശം എന്തായിട്ട് മാറിയിട്ടുണ്ടാകും, കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്ക് നമ്മളെ ട്രെയിനുകൾക്ക് അതിന് റെയിൽവേ ട്രാക്കിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് റെയിൽവേ ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മെയിൻ ലൈൻ സർവീസ് ആണെങ്കിൽ ഇത്ര സ്പീഡ്, അതിന് താഴെയുള്ള അർബൻ സർവീസ് ആണെങ്കിൽ ഇത്ര, സബർബൻ സർവീസ് ആണെങ്കിൽ ഇത്ര, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഓരോ കാറ്റഗറിക്ക് ഓരോ സ്പീഡാണ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫിക്സ് ചെയ്ത സ്പീഡിലോട്ട് എത്തിക്കാണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെല്ലെ സ്പീഡ് കൂടി വന്നു, ഒരു ഫിക്സഡ് A എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഒരു ഫിക്സഡ് സ്പീഡിലെത്തി. ആ A മുതൽ B വരെയുള്ള ഭാഗം എന്നാണ്, B വരെയുള്ള ഭാഗത്ത് ട്രെയിനിന് പോകേണ്ട ഒരു സ്പീഡുണ്ട്. ആ പോകേണ്ട സ്പീഡിലോട്ട് ഒരു മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡുണ്ട്, അതിലോട്ട് എത്തിക്കലാണ് രണ്ടാമത്തെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കർവിൻ്റെ പാർട്ടിൽ പറയുന്ന കാര്യം. അപ്പോൾ A മുതൽ B വരെയുള്ള ഭാഗത്ത് ആ ട്രെയിന് മാക്സിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ ആ ഒരു സ്പീഡിലോട്ട് എന്ത് ചെയ്യും, എത്തിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം, A മുതൽ B വരെയുള്ള ഭാഗത്ത് നമ്മൾ ഏത് ട്രെയിനാണോ, അപ്പോൾ അർബൻ ആണെങ്കിൽ അർബൻ, സബർബൻ ആണെങ്കിൽ സബർബൻ, അതല്ല മെയിൻ ലൈൻ സർവീസ് ആണെങ്കിൽ മെയിൻ ലൈൻ സർവീസ്, അതിൻ്റെ നിശ്ചയിച്ച സ്പീഡിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ എത്തിക്കും. അതാണ് A മുതൽ B വരെയുള്ള ഭാഗത്ത് എത്തിക്കുന്ന കാര്യം. അങ്ങനെ ഇവിടെ A മുതൽ B വരെയുള്ള ഭാഗത്ത് ഇതിൻ്റെ ആക്സലറേഷൻ ഇങ്ങനെ കൂടി വരും. B എന്നുള്ള ഭാഗത്തുനിന്ന് സമയത്ത് പിന്നെന്താണ്, ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് മാറാൻ പോവാണ്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എന്തില്ല, ആക്സലറേഷൻ ഇല്ല. B വരെ എന്തുള്ളൂ, ആക്സലറേഷൻ ഉള്ളൂ. അപ്പോൾ ആ B വരെയുള്ള പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ ആക്സലറേഷൻ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ടൈം കർവിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ പറഞ്ഞ റിയോസ്റ്റാറ്റിക് ആക്സലറേഷനാണ്. റിയോസ്റ്റാറ്റിക് ആക്സലറേഷൻ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 0 to ഒരു 100 സ്പീഡ് വരെ എത്തി. അപ്പോൾ A എന്നുള്ള പോയിന്റിൽ എത്തിയപ്പോൾ 100 സ്പീഡാണ്. ഇപ്പോൾ 100 സ്പീഡിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രെയിന്. അപ്പോൾ നമ്മൾക്ക് ട്രെയിനിന് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 km/h ആണ്, 200 km/h ആണ്. അപ്പോൾ A മുതൽ B വരെയുള്ള ഭാഗത്ത് ആ 100 km/h സ്പീഡിൽ നിന്ന് 200 km/h സ്പീഡിലോട്ട് എത്തിക്കും. അപ്പോൾ 100 to 200 നടക്കുന്നത്
ഈ ഒരു എ ടു ബിയിലാണ്. പിന്നെ ബി മുതൽ അതിന് ശേഷം എന്ത് ചെയ്യാണ്, അതേ 200 km/h ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു സ്പീഡ് കുറക്കേണ്ട ഒരു സാഹചര്യം വരുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണ മറ്റു എന്തെങ്കിലും കണ്ടീഷൻസ് വന്നാൽ മാത്രമേ സ്പീഡ് കുറയുന്ന സാഹചര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ എ മുതൽ ബി വരെ അതിൻ്റെ ആക്സലറേഷൻ കൂടി വരും. ബി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറും, പിന്നെ ആക്സലറേഷൻ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ആ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എന്തായാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്പീഡ് ടൈം കർവിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള സ്പീഡ് കർവ് റണ്ണിങ് അല്ലെങ്കിൽ ആക്സലറേഷൻ ഓൺ സ്പീഡ് കർവിൽ പറയുന്ന കാര്യം. ഇതിൻ്റെ നോട്ടൊന്ന് ശ്രദ്ധിക്കാം. ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓൾ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഹാസ് ബീൻ കട്ട് ഔട്ട് ആൻഡ് ദ വോൾട്ടേജ് ആക്ടിങ് അക്രോസ് ദ മോട്ടോർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ മോട്ടറിന് അക്രോസുള്ള എല്ലാ സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ്, ദോ ദ ട്രെയിൻ ആക്സലറേറ്റ്സ് ബട്ട് ദ ആക്സലറേഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്പീഡ് ആൻഡ് ഫൈനലി ബിക്കംസ് 0. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത് ആക്സലറേഷൻ കൂടി വന്ന് ബി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത് ഫൈനലി എന്തായിട്ട് മാറും, ആക്സലറേഷൻ 0 ആയിട്ട് മാറും. ആക്സലറേഷൻ 0 ആയിട്ട് മാറാനുള്ള കാരണം പിന്നീട് ബിക്ക് ശേഷം പിന്നെ എന്തില്ല, ട്രെയിനിൻ്റെ സ്പീഡ് കൂടുന്നില്ല, അതേ സ്പീഡിൽ എന്ത് ചെയ്യാണ്, ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്ന കാര്യം. ഇതാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓൺ സ്പീഡ് കർവിൻ്റെ എക്സ്പ്ലനേഷൻ. മൂന്നാമത്തെ ഭാഗമാണ് ഫ്രീ റണ്ണിങ് പീരിയഡ്. ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ബി മുതൽ സി വരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ T2 മുതൽ T3 വരെയുള്ള ഭാഗത്ത് പറയുന്ന പേരാണ് ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറയും. ഈ പീരിയഡിൽ ട്രെയിൻ എന്ത് ചെയ്യാണ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ T2 എന്നുള്ള സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്ര സ്പീഡ് എത്തിയോ അതേ സ്പീഡിൽ എന്ത് ചെയ്യാൻ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് മോട്ടർ ഡ്രോൺ ചെയ്യുന്ന പവർ എന്തായിരിക്കും, ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പീരിയഡിനെ പറയുന്ന പേരാണ് ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത പീരിയഡ് ശ്രദ്ധിക്കുക, കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് റിട്ടാർഡേഷൻ നോക്കുക. അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എത്താറായി, അപ്പോൾ അതിൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യണം, കുറക്കണം. സ്പീഡ് കുറച്ച് 0 കൊണ്ടുവരണം. അപ്പോൾ സ്പീഡ് കുറച്ച് 0 കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒറ്റയടിക്ക് നമ്മൾ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യില്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മോട്ടറിലോട്ടുള്ള സപ്ലൈ എന്ത് ചെയ്യാൻ കട്ട് ചെയ്ത് കളയും. മോട്ടറിലോട്ടുള്ള ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ സ്പീഡ് ഗ്രാജുവലി കുറയാൻ തുടങ്ങും. അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ നമ്മളതിൻ്റെ മോട്ടറിലോട്ടുള്ള ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതോടുകൂടി പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ കാരണം അത് ഒറ്റയടിക്ക് ഇപ്പോൾ നമ്മൾ മോട്ടറിലോട്ട് സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഒറ്റയടിക്ക് സ്റ്റോപ്പല്ല, കുറേ നേരം വീണ്ടും എന്ത് ചെയ്തിട്ടുള്ളൂ, അത് കറങ്ങിയിട്ടേ സ്റ്റോപ്പായിട്ട് വരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വന്ന് ഡി എന്നുള്ള പോയിന്റിൽ എത്തുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഡി എന്നുള്ള പോയിന്റിൽ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്തു. ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്തു മാറി, ഈ ഒരു ട്രെയിൻ പോയിട്ട് ഈ എന്നുള്ള പോയിന്റിൽ അതിൻ്റെ സ്പീഡ് 0 ആയിട്ട് മാറി, അത് അവിടെ എന്തായിട്ട് മാറി, സ്റ്റോപ്പായിട്ട് മാറി. അപ്പോൾ ഈ സി മുതൽ ഡി വരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് റിട്ടാർഡേഷൻ പീരിയഡ് എന്ന് പറയും. അതിൻ്റെ ശേഷം ബ്രേക്കിംഗ് അപ്ലൈ ചെയ്തു, ഡി എന്നുള്ള സ്ഥലത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഇ എന്നുള്ള സമയത്ത് എന്ത് ചെയ്തു, ട്രെയിൻ സ്റ്റോപ്പായി. അപ്പോൾ ഡി മുതൽ ഇ വരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് പീരിയഡ് എന്ന് പറയും. അല്ലെങ്കിൽ T4 മുതൽ T5 വരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് പീരിയഡ് എന്ന് പറയും. അതായത് നമ്മുടെ കോസ്റ്റിംഗ് പീരിയഡിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ ഈ എന്നുള്ള പോയിന്റിൽ വന്നിട്ട് മോട്ടർ സ്റ്റോപ്പായി. ഈ ഒരു പീരിയഡാണ് ബ്രേക്കിംഗ് പീരിയഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ നോട്ട് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്രീ റണ്ണിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ T2 to T3 ആണ്, അല്ലെങ്കിൽ B to C ആണ്. അപ്പോൾ ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ ട്രെയിൻ റൺസ് വിത്ത് കോൺസ്റ്റൻറ്റ് ഓർ മാക്സിമം സ്പീഡ് വിച്ച് ഈസ് അറ്റൈൻഡ് അറ്റ് T2. ഈ ഒരു പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യും. നമുക്ക് T2 എന്ന സ്ഥലത്ത് എത്ര സ്പീഡാണ് ഉണ്ടായിരുന്നത് അതേ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ ട്രെയിൻ റൺ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് മോട്ടർ ഡ്രോസ് കോൺസ്റ്റൻറ്റ് പവർ. ഈ ഒരു പീരിയഡിൽ മോട്ടർ എന്ത് ചെയ്യുള്ളൂ, കോൺസ്റ്റൻറ്റ് പവറെ ഡ്രോ ചെയ്യുള്ളൂ.
പിന്നെ രണ്ടാമതാണ് കോസ്റ്റിംഗ് പീരിയഡ്. കോസ്റ്റിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ T3 to T4 ആണ്, അല്ലെങ്കിൽ C to D ആണ്. അപ്പോൾ ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ പവർ സപ്ലൈ ടു ദ മോട്ടർ ഈസ് കട്ട് ഓഫ്. ഈ ഒരു പീരീഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്ക് ഇത് ഇവിടെ നിർത്താൻ പോകാണല്ലോ ട്രെയിൻ നിർത്താൻ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രെയിനിലോട്ടുള്ള മോട്ടറിൻ്റെ സപ്ലൈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് ദ ട്രെയിൻ ഈസ് അലൗഡ് ടു ദ റൺ ഡ്യൂ ടു ദിസ് ഇറ്റ്സ് ഓൺ മൊമെൻറ്റം. നമ്മൾ ട്രെയിനിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ആവില്ല. എന്ത് ചെയ്യും, കുറച്ചുകൂടി അതിനുള്ളൊരു മൊമെൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, കുറച്ചുകൂടി സമയം അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഡിക്രീസസ് ഡ്യൂ ടു ട്രെയിൻ റെസിസ്റ്റൻസ്. അല്ലേ, നമ്മൾ ട്രെയിൻ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കാരണം സ്പീഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ബ്രേക്കിംഗ് പീരിയഡ് ആണ്. ബ്രേക്കിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ T4 to T5 ആണ്, അല്ലെങ്കിൽ D to E ആണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് കോസ്റ്റിംഗ് ദ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ. നമ്മൾ പിന്നെ കോസ്റ്റിംഗ് പീരിയഡിൻ്റെ എൻഡിൽ, അതായത് D എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്കിംഗ് അപ്ലൈ ചെയ്തു. ബ്രേക്കിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് മെല്ലെ മെല്ലെ കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ട്രെയിനിൻ്റെ സ്പീഡ് 0 ആയിട്ട് മാറി. ഇപ്പോൾ കോസ്റ്റിംഗ് പീരിയഡ് നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റിംഗ് പീരിയഡിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഡ് ടൈം കർവ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സ്പീഡ് ടൈം കർവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടൂൾ തന്നെയാണ് ശരിക്ക് സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടാൻ നോക്കാം. ഒന്ന്, ആ ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ ക്രസ്റ്റ് സ്പീഡ് എത്രയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തെ അതിൻ്റെ ആ ട്രെയിനിൻ്റെ ആക്സലറേഷൻ എത്രയെന്ന് കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ അതിൻ്റെ റിട്ടാർഡേഷൻ എത്രയെന്ന് കണ്ടെത്താൻ പറ്റും. നാലാമത്തെ അതിൻ്റെ ടൈം ഓഫ് റണ്ണ്, എത്ര സമയം ട്രെയിൻ റൺ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അഞ്ചാമത്തെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്, 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഈ ഒരു കർവ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ആറാമത്തെ ആവറേജ് സ്പീഡ്, ഈ ഒരു കർവ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തായിട്ട് നമുക്കിതിൻ്റെ ഷെഡ്യൂൾഡ് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. എട്ടാമതായിട്ട് ആക്സലറേഷൻ ടൈം എത്ര, ഒമ്പതാമതായിട്ട് ഫ്രീ റണ്ണിങ് ടൈം എത്രയാണ്, അതേപോലെ തന്നെ പത്താമത് റിട്ടാർഡേഷൻ ടൈം എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഡ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ.